ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനേഷൻ 2.17ഉം അതേപോലെ തന്നെ ഓപ്പൺ ബോൾ എന്താണ്, ക്ലോസ്ഡ് ബോൾ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡെഫിനേഷൻ 2.17. By the segment open interval AB, we mean the set of all real numbers x such that a less than x less than b. By the interval closed interval AB, we mean the set of all real numbers x such that a less than or equal to x less than or equal to b. എന്താണ് ഇതിൽ പറയുന്നത്? ഈ ഒരു സെഗ്മെൻറ്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എയും ബിയും അല്ലാതെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കിയുള്ള എലമെൻസുകളുടെ കളക്ഷൻ. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഓക്കെ, എയും ബിയും അതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ബൈ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വി മീൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എക്കും ബിക്കും ഇടയിലുള്ള ആൾക്കാർ. ഓക്കെ, ഇനി സെമി ഇൻ്റർവൽ ക്ലോസ്ഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്, റൈറ്റ് സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ എന്താണ്? എ ഇൻക്ലൂഡ് ചെയ്യും, ബി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്, റൈറ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എ ഉൾപ്പെടുന്നില്ല, ബി ഉൾപ്പെടുന്നുണ്ട്. ഇഫ് എ ഐ ലെസ് ദാൻ ബി ഐ ഫോർ ഐ ഈക്വൽ ടു 1 2 etc k, the set of all points x equal to x1 x2 etc xk in Rk whose coordinates satisfy the inequalities ai less than or equal to xi less than or equal to bi, where 1 less than or equal to I less than or equal to k is called a K-cell. എന്താണ് ഇവിടെ പറയുന്നത്? K-cellൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പറയുന്നത്. നോക്കാം. എ ഐ ലെസ് ദാൻ ബി ഐ ആണ്. ഇഫ് എ ഐ ലെസ് ദാൻ ബി ഐ, ഇവിടെ ഐ വേരി ചെയ്യുന്നത് 1 to k ആണ്, 1 to etc k. അതായത് A1 ലെസ് ദാൻ B1, A2 ലെസ് ദാൻ B2 etc AK ലെസ് ദാൻ BK. ഇനി നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എടുക്കുകയാണ്. എങ്ങനത്തെ പോയിൻറ്റ്സ് ആണ്? ആർ കെയിലത്തെ, അതായത് ഇപ്പോൾ R2-ലാണെങ്കിൽ എങ്ങനെയാണ്? ഓർഡേർഡ് പെയർ x1 x2. ഇവിടെ ആർ കെയിലായ കാരണം x1 x2 etc xk. ആ എക്സുകളുടെ കളക്ഷൻ എക്സ് ഈക്വൽ ടു ഇതാണ്, കേട്ടപ്പോഴാണ് ഈ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ. ആ പോയിൻറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഹൂസ് കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ദ ഇൻഇക്വാലിറ്റീസ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. അതായത് ഇപ്പോൾ x1 നമ്മളെടുത്താൽ എന്താണ്? A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. x2 നമ്മളെടുത്താൽ A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2. അങ്ങനെ എക്സ് കെ എടുത്ത് എന്താണ്? എക്സ് കെ ലെസ് ദാൻ എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കെ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ, അങ്ങനത്തെ എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ K-cell എന്ന് വിളിക്കുക. ഓക്കെ, ദസ് ഈസ് വൺ സെൽ ഈസ് ആൻ ഇൻ്റർവൽ. വൺ സെല്ലാണെങ്കിൽ എന്താ പ്രത്യേകത? ഈ എക്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു x1 x2 etc xk വൺ സെൽ ആകുമ്പോൾ x1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. x1കളുടെ കളക്ഷൻ ആയിരിക്കും. എക്സ് ഈക്വൽ ടു x1 മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ x1 എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. ദസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻ്റർവെല്ലിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വൺ സെൽ എന്താണ്? ഇൻ്റർവെല്ലാണ്. ടു സെൽ എന്തായിരിക്കും? ടു സെൽ ആകുമ്പോൾ ഈ എക്സ് കെയിലെ K2 ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു x1 x2 ഇൻ Rk R2 whose coordinates satisfy the inequality A1 less than or equal to x1 less than or equal to B1, A2 less than or equal to x2 less than or equal to B2. നമ്മൾ x1 x ആക്സിസും y ആക്സിസും വരച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുക. x ആക്സിസിൽ നമ്മൾ A1 B1 മാർക്ക് ചെയ്യുക, y ആക്സിസിൽ A2 B2 മാർക്ക് ചെയ്യുക. എന്നിട്ട് എക്സ് ഈക്വൽ ടു x1 x2 പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ്. x1 x2 വേർ x1 A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. അത് എക്സ് ആക്സിസിലത്തെ കണ്ടീഷനാണ്. വൈയിൽ എന്താണ്?
a2 ലെസ് ദാൻ ഈക്വൽ ടു x2 ലെസ് ദാൻ ഈക്വൽ ടു b2. അത് y ആക്സിസിൽ. ഇനി x1 x2 പറയുമ്പോൾ നമ്മൾ പ്ലെയിനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസ്ഡ് ബോൾ എന്താണ്, ഓപ്പൺ ബോൾ എന്താണെന്നാണ്. ഓക്കെ, ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ കെ, ആർ കെയിലെ ഒരു എലമെൻ്റ് ആണ് എക്സ്. ആർ കെയിലത്തെ എലമെൻറ്റ്സ് ഏത് ഫോമിലായിരിക്കും? x1 x2 എക്സിട്ര xk, അങ്ങനെ R2ലെ ഓർഡേഡ് പെയർ x1 x2. ഇനി നമ്മളെപ്പോൾ ആർ കെ പറയുവാണെങ്കിലും നിങ്ങളൊരു R2 വെച്ചിട്ട് ഇമാജിൻ ചെയ്യാം. ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ കെ and r greater than 0, the open or closed ball be with the center at x and radius r is defined to be the set of all y belongs to rk such that mod y minus x less than r or mod y minus x less than or equal to r. അതായത് ആർ കെയിലെ ഒരു പോയിന്റ് ആണ് എക്സ് ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സെൻറ്ററാക്കി 6 റേഡിയസ് ഉള്ള ഒരു ബോള് ബി, അതെന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ വൈ ബിലോങ്സ് ടു ആർ കെ സച്ച് ദാറ്റ് മോഡ് വൈ മൈനസ് എക്സ് ലെസ് ദാൻ ആർ. അതായത് എക്സിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുള്ള വൈകളുടെ കളക്ഷൻ, ആർ കെയിലുള്ള വൈകളുടെ കളക്ഷൻ. അതാണ് ഓപ്പൺ ബോൾ ബി എന്ന് പറയുന്നത്. എക്സ് സെൻറ്ററായി 6 റേഡിയസുള്ള ഓപ്പൺ ബോൾ ബി. ക്ലോസ്ഡ് ബോൾ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും കണ്ടീഷൻ. നെക്സ്റ്റ്, എപ്പോഴാണ് നമ്മളൊരു സെറ്റിനെ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കുക? വി കോൾ എ സെറ്റ് ഈ സബ്സെറ്റ് ആർ റേസ് ടു കെ ആർ കെ കോൺവെക്സ് ഇഫ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ബിലോങ്സ് ടു ഇ whenever x belongs to e, y belongs to e and 0 less than z less than 1. അതായത് ആർ കെയുടെ ഒരു സബ്സെറ്റ് ആണ് ഈ. ഈനെ നമുക്ക് കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ എക്സിലും ആർ കെയിലെ ഏത് 2 പോയിന്റ്, ആർ കെയിലല്ല ഇയിലെ ഏത് 2 പോയിന്റ് എടുത്താലും എക്സ് വൈ ബിലോങ്സ് ടു ഏത് എക്സ് വൈ ബിലോങ്സ് ടു ഇ എടുത്താലും ആൻഡ് ലാംഡ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1, അത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് പ്രോപ്പർട്ടി? ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ ബിലോങ്സ് ടു ഇ. ഈ സംഭവം ഇവിടെ ഉണ്ടായിരിക്കണം, ഇയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്താണെന്ന് പറയാം? കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് നമുക്കൊരു ടാസ്ക് ആണ്. എന്താണ് ആ ടാസ്ക്? ബോൾസ് ആർ കോൺവെക്സ്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ബോൾസ് എല്ലാം കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് കോൺവെക്സിൻ്റെ കണ്ടീഷൻ? ഏതൊരു എക്സ് വൈ നമ്മൾ എടുത്താലും ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ ആ സെറ്റിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽ നമുക്ക് കോൺവെക്സ് ആണെന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് ബോൾ കോൺവെക്സ് ആണെന്ന് കാണിക്കാണ്. അപ്പോൾ എന്ത് വേണം? ബോളിൽ ഏത് 2 പോയിന്റ് എടുത്താലും ആ 2 പോയിന്റ് വെച്ചിട്ടുള്ള ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ അത് ആ ബോളിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. വൈയും സെഡും ബോളിലെ പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കാനുള്ളത് ഈ ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെഡ് അതും ബോളിലുണ്ടായിരിക്കണം. അതും ബോളിലെ പോയിന്റ് ആയിരിക്കണം. അതായത് ഈ പോയിന്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് മോഡുലസ് ഓഫ് പോയിന്റ്, ഈ പോയിന്റ് മൈനസ് സെൻറ്റർ ലെസ് ദാൻ ആർ, ബോളിൻ്റെ റേഡിയസിനേക്കാൾ ലെസ് ദാൻ ആർ ആയിരിക്കണം. ഓക്കെ, നോക്കാം. ഫോർ ഇഫ് വൈ ബിലോങ്സ് ടു ബോളിലുണ്ടെന്ന് വെച്ചാൽ എന്താണ്? മോഡുലസ് ഓഫ് വൈ മൈനസ് എക്സ് ലെസ് ദാൻ ആർ. ആൻഡ് സെഡ് ബിലോങ്സ് ടു ബോൾ എന്ന് വെച്ചാൽ എക്സ് സെൻറ്ററാക്കിയിട്ടുള്ള ആർ റേഡിയസ് ഉള്ള ഒരു ബോളാണ്. അപ്പോൾ സെഡ് ആ ബോളിലുണ്ടെന്ന് പറയണമെങ്കിൽ സെഡ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡ് സെഡ് മൈനസ് എക്സ് ലെസ് ദാൻ ആർ. അതായത് എക്സിൽ നിന്ന് ആർ റേഡിയസ് ഉള്ള ബോളാണെങ്കിൽ ആ ബോളിൻ്റെ അകത്ത് ഈ പോയിന്റ് ഉണ്ടായിരിക്കണം. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ആർ ആയിരിക്കണം. അതാണ് ഇവിടെ കാട്ടിയിരിക്കുന്നത്. ആൻഡ് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 വി ഹാവ്, നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഈ പോയിന്റ് ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെഡ് എവിടെ ഉണ്ടായിരിക്കണം? ഈ ബോളിൽ ഉണ്ടായിരിക്കണം. അതായത്
ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ സെറ്റ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ് ലെസ് ദാൻ ആർ ആണ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇനി അതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി ഇവിടെ നോക്കുക, ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ്. ഇവിടേക്ക് നോക്കുക, ലാംഡ വൈ പ്ലസ് ഇതിനെ ഇക്വേറ്റ് ചെയ്യല്ല, ഇവിടേക്ക് നോക്കുക, ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ് ആണ്. ഇവിടെ ലാംഡ വൈ പ്ലസ് നമ്മളൊരു ലാംഡ എക്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതിവിടെ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ് അതേപോലെ എഴുതുക. ഇനി ലാംഡ വൈ മൈനസ് ലാംഡ എക്സിനെ ചേർത്ത് എഴുതുക. നെക്സ്റ്റ് ഈ ലാംഡ എക്സ് പ്ലസ് ഈ 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റ് മൈനസ് ലാംഡ സെറ്റ് കിട്ടും. മൈനസ് എക്സ് അതിനെ ഇറക്കി എഴുതുക. ഇനി ലാംഡേനെ പുറത്തേക്ക് എടുക്കുക, ഈ രണ്ട് ഫസ്റ്റ് ടേമിൽ നിന്ന്. അപ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. പ്ലസ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ഉണ്ടായത്, ഇവിടെ നമുക്കൊരു സെറ്റ് മൈനസ് എക്സ് കിട്ടും, സെറ്റ് മൈനസ് എക്സ്. നെക്സ്റ്റ് ഈ ലാംഡ എക്സ് മൈനസ് ലാംഡ എക്സിൽ നിന്നും നമുക്ക് ലാംഡേനെ പുറത്തെടുത്താൽ എന്ത് കിട്ടും, എക്സ് മൈനസ് സെഡ് കിട്ടും. അതിൽ നിന്നൊരു മൈനസിനെ പുറത്തെടുത്താൽ നമുക്ക് ലാംഡ മൈനസ് എക്സ് എന്ന് കിട്ടും. നോട്ട് ലാംഡ മൈനസ് എക്സ്, സെറ്റ് മൈനസ് എക്സ്. അതായത് ഓൾറെഡി നമുക്കിവിടെ ഒരു സെറ്റ് മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ ഈ ലാംഡ എക്സ് മൈനസ് ലാംഡ സെഡ് വെച്ചിട്ട് അതിൽ നിന്ന് മൈനസ് ലാംഡേനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് സെറ്റ് മൈനസ് എക്സ് കിട്ടും. എന്നിട്ട് സെറ്റ് മൈനസ് എക്സിനെ ഓളായിട്ട് പുറത്തേക്ക് എടുത്താൽ ഇങ്ങനെ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇത് എഴുതുമ്പോൾ എങ്ങനെ വന്നു എന്നുള്ള ഡൗട്ട് വരും. അതിനാണ് ഇവിടെ സൈഡിൽ നമ്മൾ റഫായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് നോക്കി നോക്കുക. ആൻഡ് ഇനി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ മോഡ് വൈ മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ മോഡ് സെറ്റ് മൈനസ് എക്സ് ലെസ് ദാൻ മോഡ് വൈ മൈനസ് എക്സ് ലെസ് ദാൻ ആറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മോഡ് സെറ്റ് മൈനസ് എക്സ് ലെസ് ദാൻ ആറാണെന്ന് അറിയാം. ലാംഡ ആർ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ആർ. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ലാംഡയും ക്യാൻസലായിട്ടൊക്കെ പോകും. ലാസ്റ്റ് നമുക്ക് ഈക്വൽ ടു ആറിന് കിട്ടും. അതായത് മോഡ് ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് മൈനസ് എക്സ് ലെസ് ദാൻ ആറാന്ന് കിട്ടി. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ബോളിലെ പോയിന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. അതായത് ബോൾസ് ആർ കോൺവെക്സ്. താങ്ക് യു.